കൊല്ലങ്കോട്ട് കൃഷ്ണശർമ്മ ജോത്സന എന്നെ കണ്ട് മടങ്ങുമ്പോഴാ അച്ഛൻ ആരൂഢം തടഞ്ഞത് ഇങ്ങനൊരു ദുരന്തത്തിന്റെ സൂചനയായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും നിരീക്ഷിച്ചില്ല. മരണം ആനയുടെ രൂപത്തിൽ. ഇത് അവിടെ വെച്ച് മറന്നില്ലായിരുന്നെങ്കിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞേനെ അച്ഛൻ. സമയമായ ഒക്കെ മറക്കും. എന്നാ ഞാനങ്ങോട്ട് എത്ര കിട്ടി? കള്ളസാക്ഷി പറയാൻ. ഇന്നലെ വരെ ഏതൊന്നായിരുന്നുവോ ശരി, ഇന്നും നാളെയും ഏതൊന്നായിരിക്കുമോ ശരി, അതാണ് സത്യം. അതറിയാവുന്ന ബ്രഹ്മജ്ഞാനിയായ കൊല്ലങ്കോട്ട് കൃഷ്ണശർമ്മയ്ക്ക് എങ്ങനെ കഴിഞ്ഞു കിട്ടിയ പണത്തൂക്കത്തിനൊപ്പിച്ച് കണ്ട സത്യം മാറ്റി പറയാൻ? ആരോടാണോ നടന്നതൊന്നും പറയരുതെന്ന് അച്ഛൻ സത്യം ചെയ്യിച്ചത് ആ ആളിന്റെ നാവിന്ന് തന്നെ ഇങ്ങനെ ഒരു ചോദ്യം. ഇല്ല, എനിക്കിനി ഒന്നും മറയ്ക്കാൻ കഴിയില്ല. കുഞ്ഞറിയണം, അച്ഛന്റെ മരണം നടന്ന രാത്രി ഞാൻ കണ്ട സമയം. ആരാണ് ചോദിച്ചത്? ആരൂഢം തടഞ്ഞത് വെറുതെ ആയില്ല അല്ലേ തിരുമേനി? മാധവൻ ഇവിടെ തീരുക തിരുമേനി. ഇനി അവനാ എന്റെ മകൻ അച്ചു. പക്ഷെ ഒന്നും അവനറിയരുത്. എല്ലാ പകകളും എന്റെ മരണത്തോട് അവസാനിക്കട്ടെ. അവസാനിക്കും അല്ലേ തിരുമേനി? മരണസമയത്ത് എന്നെ അച്ഛൻ പിടിച്ചു വാങ്ങിയ വാക്ക് അത് പാലിക്കാൻ കഴിയാതെ പോയതിൽ ഒരു മനസ്താപവുമില്ല ഇപ്പോഴെനിക്ക്. എന്റെ നിയോഗം ഒരു പക്ഷേ ഇതായിരുന്നിരിക്കാം. അരുത്, ഇപ്പോ മനസ്സിൽ പോലും പകയരുത്. പടപ്പുറപ്പാടും സബിണ്ടി കഴിയുന്നവരെ അച്ഛൻ്റെ ആത്മാവ് ഈ ഭൂമി തന്നെ ഉണ്ടാവും. ആ ആത്മാവിന് നോവുന്നതൊന്നും ചെയ്യാൻ പാടില്ല. ഒരു വൃദ്ധന്റെ അപേക്ഷയാണ്. കേൾക്കാൻ സന്മനസ് കാണിക്കണം. ക്ഷമയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. പ്രാർത്ഥിക്കുക. അച്ഛൻ്റെ ആത്മാവിന് മോക്ഷം കിട്ടാൻ വേണ്ടി മനസ്സുരുകി പ്രാർത്ഥിക്കുക. വീടും സ്ഥലവും പറമ്പും എല്ലാം പോയി കൊച്ചബ്ര. അവിടെ ചെറിയ പള്ളിക്കാരും അന്നപൂർണക്കാരും പോലീസുകാരും ചേർന്ന് എല്ലാവരും കുടി ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇനി ആടേക്കല്ലേ വർത്തനം. മാധവേട്ടൻ പോയതോടെ ഞങ്ങളെ രക്ഷിക്കാൻ ആരും വരില്ലെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം. ഞങ്ങളുടെ സങ്കടം ചെന്ന് പറയാ വേറെ സ്ഥലമില്ല കൊച്ചുതബ്ര. സങ്കടപ്പെടണ്ട. സഹായത്തിന് ആരുമില്ല എന്ന തോന്നലും വേണ്ട. അച്ഛനെ പോയിട്ടുള്ളൂ, ഞാനുണ്ട്. ധൈര്യമായിട്ട് പോയിക്കോളൂ. നിങ്ങളെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കിട്ടിയതൊന്നും പോരെ. ഈ അതിർത്തി കിടന്നാലേ കടക്കുന്നതിന്റെ കാലിയങ്ങൾ വിട്ടു.
മുതിർന്നവരുടെ കളിയാ. ഇതിനിടയ്ക്കറി കളിച്ചാലേ കൂമ്പ് പാടും. വാട്ടും ഞങ്ങള്. ജമാലെ, കളികൾ കുട്ടികൾക്കുള്ളതാണ്. മുതിർന്നവർക്ക് കാര്യമാകണം പ്രധാനം. മൂത്ത് നരച്ചിട്ടും കളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു തരം രോഗമാണ്. അതിന് ചികിത്സയില്ല മുകുന്ദ, ശിക്ഷയുള്ളൂ. ശിക്ഷ. ഈ നിൽക്കുന്നത് എന്റെ അച്ഛന്റെ പ്രജകളാണ്. എന്ന് വെച്ചാൽ എന്റെ പ്രജകൾ. ഇവരെ കുടിയൊഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരാണെങ്കിലും അവരെ കൊന്ന് കുഴിച്ചു മൂടും ഞാൻ. കാതറെ, ഇത് നാളികേരം പൊതിക്കാനും വിറക് വെട്ടാനും മാത്രമല്ല, അന്യായം കാണിക്കുന്നവരുടെ തല കൊയ്യാനും ഉപയോഗിക്കണം. എങ്കിലേ ഈ നാട്ടിൽ നിങ്ങൾക്കൊക്കെ നീതി കിട്ടൂ. വാടാ. നീ കരുതണ്ട. അച്ഛനെ പോലെ പെടുമരണം അത് തന്നെയാവും നിന്റെയും ഗതി. കൊല്ലും കൊല്ലും നിന്നെ ഞാൻ. പാടില്ല, ശർമാജി പറഞ്ഞത്. ഇനി പോ. മന്ത്രി കുരുവിള ജോർജിന്റെ കൂടെയുള്ള MLA-മാരാ. $3 കോടിയുണ്ട്. അപ്പോ എല്ലാം പറഞ്ഞ പോലെ നാളെ രാവിലെ സ്പീക്കറെ കാണുന്നു, രാജിക്കത്ത് കൊടുക്കും. രാജി മാത്രമല്ല, മോന് വേണ്ടി ഞങ്ങൾ പ്രധാന വാർത്തകൾ. 3 ഭരണകക്ഷി MLA-മാർ രാജിവെച്ചു. സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് സ്ഥാനമൊഴിയുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഈ സംഭവങ്ങൾക്ക് പിന്നിൽ ഒരു ഗൂഢശക്തിയാണെന്ന് തനിക്കറിയാമെന്ന് ഞങ്ങളുടെ പ്രതിനിധി രാഷ്ട്രീയം എന്ന പൊറോട്ട് നാടകത്തിലെ കുലംകുത്തി. മുകുന്ദ, എല്ലാം പോയി മുകുന്ദ. മന്ത്രിസ്ഥാനം പോയി, MLA സ്ഥാനം പോയി. എല്ലാം നിങ്ങൾ കാരണം. മുഖ്യമന്ത്രി ആക്കാന്ന് പറഞ്ഞ് മോഹിപ്പിച്ച് അവസാനം പെരുവഴിയിലായപ്പോ സമാധാനായില്ലേ? എല്ലാം എന്റെ തന്നെ തെറ്റാ. മാധവേട്ടന്റെ കൂടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് ഗതികേട് വരില്ലായിരുന്നു. എന്ത് വെണ്ണീറായിട്ടൊരു മാധവേട്ടൻ. എടാ കുരുവളെ, തന്റെ മന്ത്രിസ്ഥാനം കണ്ടിട്ടല്ല ഞങ്ങൾ ഈ കടവിലെ തോണി ഇറക്കിയത്. സർക്കാർ പോയാ ഞങ്ങൾക്ക് ഇതാ. അച്ഛനൊരു ആനക്കൊമ്പ് വേണ്ടി വന്നു. മകനാവുമ്പോ ഒരു മാങ്കൊമ്പ് തന്നെ ധാരാളം എന്നും പറഞ്ഞ അങ്ങോട്ട് ചെല്ല്. മാധവനല്ല അർജുനൻ. അവൻ കൊത്തുന്നത് മർമ്മത്താ. ആദ്യ SP വെട്രിവേൽ, ഇപ്പൊ ഞാൻ. അടുത്ത ഊഴം നിങ്ങളുടെയാ. മാധവനെ കൊന്ന് നിങ്ങളെ അവൻ വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടാ? അവൻ എന്ത് ചെയ്യും? കൊല്ലുവോ? ഇതുപോലൊരു പിടിപിടിച്ച തീരാവുന്നതേ ഉള്ളൂ അവനും. നടക്കുന്ന കാര്യം വല്ലതും പറയണ്ടേ ചേട്ടാ? നിനക്കെന്താ ഇവിടെ ഒരു വിവരം പറഞ്ഞറിയിക്കാൻ വേണ്ടി വന്നതാ. തന്തയും തള്ളയും ആരെന്നറിയാത്ത എത്തിമായ ചെറുക്കന് കോലോത്ത അടുക്കളയിൽ നിന്ന് 4 നേരം ഭക്ഷണവും കിടക്കാൻ ഒരു ഇടവും തന്ന അന്നു തൊട്ട് തുടങ്ങിയതാ ജമാലും ചന്ദ്രഗിരിയുമായിട്ടുള്ള ബന്ധം. നിന്നെയൊന്നും ഒറ്റയടിക്ക് തീർക്കാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല, അത് പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് ചന്ദ്രഗിരി കോലോത്തെ ഇളമുറ തമ്പുരാൻ അർജുൻ. അല്പന്മാരുടെ പണത്തിന് മുമ്പിൽ സ്വന്തം നില മറന്നപ്പോ കുരുവിള ഓർത്തില്ല അതേ പണം സ്വന്തം അടിവേര് മുറിയാൻ കാരണമാകുമെന്ന്. അർത്ഥം തരുന്നവന്റെ ആസനം ചുമക്കുന്ന നാണക്കേടിന്റെ പേരല്ല കുരുവിളെ രാഷ്ട്രീയം. അതിലൊരു ആദർശമുണ്ട്, നേരിന്റെയും നെറിയുടെയും ഗന്ധമുണ്ട്. അത് മനസ്സിലാക്കണമെങ്കിൽ ഇതിലെ അക്കമല്ല വ്യക്തി. ഈ വ്യക്തിയെ ആരാധിക്കണം, ഉരുവിട്ട് പഠിച്ച് മനഃപ്പാടമാക്കണം. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദികളായ ഓരോരുത്തരെയും ശിക്ഷിച്ചിരിക്കും ഞാൻ. ഹിംസയുടെ ഉപാസകർക്ക് ശിക്ഷ മരണം. വീണിരിക്കും. എനിക്ക് അച്ഛനില്ലാതാക്കിയ തലകൾ ഓരോന്നോരോന്നായി. പ്രതികാരം ഇനി എനിക്ക് വ്രതമാണോ?
ആന വാ തുറക്കുന്നത് കണ്ട് നീ വാ തുറക്കരുത്. മാധവനെ കഴിയാത്തതാണോ ഇത്തിരി പോന്ന നീ ചെയ്യാൻ പോകുന്നത്? പണം പറഞ്ഞ് ഇയാളുടെ പണി കളയാൻ നിനക്ക് പറ്റും. പക്ഷെ അന്നപൂർണ വിയർക്കും നീ ഒരുപാട്. അതേടാ, നിന്റെ അച്ഛനെ കൊന്നതാ, വേറെ ആരുമല്ല, ഞങ്ങൾ തന്നെ അത് ചെയ്തു. നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാ ചെയ് മോനെ. കുരുവിളയെ പോലെ തണ്ടലിനും ബലമില്ലാത്തവരൊന്നും അല്ല ഞങ്ങള്, കേട്ടോ. നിന്റെ അഹങ്കാരം, അതിന് കൊടി പിടിക്കാൻ പണം കൊണ്ട് നീ കെട്ടി ഉയർത്തിയ അസ്ഥിവാരം എല്ലാം തകർക്കാൻ തുടങ്ങാറില്ല. ബെല്ലാരിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് പണമില്ലാതെ പൊരി വെയിലത്ത് പച്ചയ്ക്ക് നിർത്തും. ചന്ദ്രഗിരിയിൽ അർജുനനാടാ പറയുന്നത്. വധിച്ചിരിക്കും നിന്നെ ഞാൻ.